ചോദ്യം, നെതർലൻഡ്സ് ആണോ ജപ്പാനാണോ ബ്രസീലിന് റൗണ്ട് ഓഫ് 32 നന്നാവുക ഏറ്റുമുട്ടുമ്പോൾ? ബ്രസീലിന് എന്തുകൊണ്ടും നല്ലത് ജപ്പാൻ തന്നെയാവും. ഒരു ഏഷ്യൻ കൺട്രി എന്നുള്ള നിലക്ക് അവർക്കൊന്നുകൂടി ഒരു കോൺഫിഡൻസ് കിട്ടും. തീർച്ചയായിട്ടും അവർ നോക്കുന്ന എതിരാളികൾ ആരും അവർ കളിച്ചേ തീരൂ. പക്ഷെ അതല്ല പ്രശ്നം. അവർ ഒരു പക്ഷേ അവർ കളിച്ചുള്ള എക്സ്പീരിയൻസിൽ നിന്നൊക്കെ ഒന്നുകൂടി റൗണ്ട് ഓഫ് 32 ആണ്, ഒരു ക്വാർട്ടർ സെമി ഫൈനലൊന്നല്ല. അപ്പോൾ ഒന്നുകൂടി അഡ്വാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഒരു ഏഷ്യൻ കൺട്രി ജപ്പാനെ ഒരിക്കലും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. പക്ഷേ ഏഷ്യൻ കൺട്രീസ് എന്ന് പറയുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എത്ര രീതിയിൽ പോകുന്നതിനെ കുറിച്ചൊന്നും. അത് മാത്രമല്ല, ഹോളണ്ട് നെതർലാൻഡ്സ് അത്രമാത്രം നല്ല രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് കളി നല്ല രീതിയിലാണ് നല്ല രീതിയിലാണ് കളിച്ചിരുന്നത്. ടോട്ടൽ ഫുട്ബോളാണ് കളിക്കുന്നത്. അപ്പോൾ അത് ബ്രസീലിന് ഇപ്പം റൊണാൾഡോ നസാരിയോ ഇപ്പം ഇന്നലെ പറയുന്നുണ്ട്, നമ്മുടെ ടീം നെതർലൻഡ്സിനോട് ഏറ്റുമുട്ടാൻ ആയിട്ടില്ല. അത് ആവും. അതായത് ഓരോ കളി കഴിയുമ്പോഴും നമ്മളിങ്ങനെ ഇവോൾവ് ചെയ്ത് വന്ന് ഒരു ക്വാർട്ടറിലോ സെമിയിലോ ഒക്കെ ആണെങ്കിൽ ഓക്കെ. പക്ഷെ ഇപ്പോൾ ഏതായാലും നെതർലൻഡ്സിനെ ഒഴിവാക്കുന്നതാണ് നല്ലതെന്നാണ് റൊണാൾഡോ നസാരിയോ പറയുന്നത്. ഗ്രൂപ്പ് എഫിലെ കാര്യമൊന്നും അൺപ്രഡിക്റ്റബിളാണ്. ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ സ്വീഡൻ 2ാം സ്ഥാനത്തേക്ക് വന്നേക്കാം, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നെതർലൻഡ്സിന് നിലവിലിപ്പം അടുത്ത കളി ട്യൂണീഷ്യനായിട്ടുള്ളത് മാത്രമാണ് ഒരു ആശ്വാസമായിട്ടുള്ളത്. അപ്പോൾ അത് ജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിലിപ്പോൾ ഒരു 7 പോയിന്റായി. പിന്നെ അതേപോലെ തന്നെ സ്വീഡൻ ജപ്പാൻ കളിയുണ്ട്. ജപ്പാൻ എനിക്ക് തോന്നുന്നു ഒരു കളിയിൽ 4-0 ട്യൂണീഷ്യനെ തോൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഗോൾ ആവറേജിന്റെ കാര്യം ജപ്പാനും കുറച്ച് മുന്നിലാണ്. അപ്പോൾ ഈ ഗോളുകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഡിഫറൻസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഗ്രൂപ്പിനെ ചാമ്പ്യൻസിനെ നിർണ്ണയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ജപ്പാൻ 1ാം സ്ഥാനാവാൻ സാധ്യത അതിൽ നിന്നുള്ളതാണ്. സ്വീഡനെതിരെ നല്ല ജയം അവർ ജയിച്ചാൽ അവർ 1ാം സ്ഥാനത്തേക്ക് പോവാം. പക്ഷെ ഇവിടെ സ്വീഡൻ ജപ്പാനെ തോൽപ്പിക്കുകയാണെങ്കിൽ സ്വീഡൻ 2ാം സ്ഥാനം കൊണ്ട് കയറാൻ സാധിക്കും. ഈ 3 ടീമിൽ ഏതും ബ്രസീലിനെതിരെ വരാമെന്നുള്ളതാണ്. ഗ്രൂപ്പിലെ ഓരോ സമവാക്യങ്ങൾ മാറി വന്നപ്പോൾ ഗ്രൂപ്പ് എയിലെ സമവാക്യങ്ങൾ മാറിയതുണ്ട്. സൗത്ത് കൊറിയ 2ാം സ്ഥാനം കൊണ്ട് 2ാം സ്ഥാനം കയറി പോയപ്പോൾ അവിടെ കാനഡക്ക് ഒരുപക്ഷെ കാനഡ സൗത്ത് ആഫ്രിക്ക 2 ടീമിന് ക്വാർട്ടർ ഫൈനലിൽ എത്താം. ഏതെങ്കിലും ഒരു ടീമിൽ ആകെ മാറി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രൂപത്തിൽ അത് മാറി. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നെതർലൻഡ്സും ജപ്പാനാണ് നല്ലതെന്ന് പറഞ്ഞല്ലോ. ജപ്പാൻ ഓർ സ്വീഡൻ, ഇതിലേതായിരിക്കും ബ്രസീൽ നന്നാവുക? സ്വീഡൻ ഗ്യോക്കഡസും അലക്സാണ്ടർ ഐസക്കും ഒക്കെ ഉണ്ട്, ആക്രമണേന്ദ്ര സൂപ്പർ. പക്ഷേ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഒരു യൂറോപ്യൻ നാഷനാണ്, ടീമാണ്. സ്വീഡനെ സംബന്ധിച്ചിടത്തോളം അറ്റാക്കിങ്ങിൽ വളരെ മൂർച്ചയുള്ളതാണ്. അപ്പോൾ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നത് അവരൊരു യൂണിറ്റായിട്ട് കളിക്കുന്നു, ടീമായിട്ട് കളിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു ഓർഗനൈസറായിട്ടുള്ള രീതിയിൽ ഒന്നുകൂടി കളിക്കാൻ നല്ലത് ജപ്പാനായിരിക്കും. ഇപ്പൊ സ്വീഡനെ സംബന്ധിച്ചിടത്തോളം അറ്റാക്ക് ചെയ്യപ്പെടാൻ ഒന്നുകൂടി എതിരെ ഗോൾ അടിക്കാൻ ഒന്നുകൂടി എളുപ്പമെന്ന് ബ്രസീലിന് എളുപ്പമാകാം സ്വീഡന്. അപ്പോൾ ഈ 3 ടീമിൽ സ്വീഡനാണ് ബ്രസീലിന് നല്ലത്. സ്വീഡനായിരിക്കും എനിക്ക് തോന്നുന്നത്, ഗോൾ അടിക്കുന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞത്. കാരണം നമുക്ക് അത്ര ഒരു കടുത്ത ഡിഫൻസ് ആയിട്ട് സ്വീഡൻ തോന്നിയിട്ടില്ല. അത് പിന്നെ മറുഭാഗത്ത് ഗ്യോക്കറസും അലക്സാണ്ടർ ഐസക്കും ഇവിടെ ഗോൾ അടിക്കാൻ വളരെ, അത് ഗബ്രിയൽ മഗ്ലസ് ഹാൻഡിൽ ചെയ്തോളും. കാരണം ഗ്യോക്കറസിനെ നന്നായിട്ട് അറിയാവുന്നതാവുമല്ലോ. അപ്പോൾ ഏതായാലും ഈ 3 ടീമുകളിൽ ഏത് ടീമായിരിക്കും ബ്രസീലിനെതിരെ കളി എന്നുള്ളത് ഇന്ന് രാവിലെ 4:30, ഇന്നെന്ന് പറയുമ്പോൾ നാളെ പുലർച്ചെ 4:30 നടക്കുന്ന മത്സരങ്ങൾ, ഗ്രൂപ്പ് എഫിലെ മത്സരങ്ങൾ ആ സമയത്താണ്. അപ്പോൾ ഒരു 6:30 ആകുമ്പോഴേക്കും ബ്രസീലിൻ്റെ എതിരാളി ആരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ജൂൺ 29 രാത്രി ഇന്ത്യൻ സമയം 10:30 ബ്രസീലിൻ്റെ റൗണ്ട് ഓഫ് 32 മത്സരമുള്ളത്. നമുക്ക് കാത്തിരിക്കാം അതിലെന്ത് സംഭവിക്കും എന്നറിയാൻ വേണ്ടി.